മിക്കപ്പോഴും കാണാറുള്ളൊരു ക്യാപ്ഷൻ ഉണ്ടല്ലോ, തനിച്ചിരിക്കുന്ന ഒരാളുടെ ലൈഫിലേക്ക് ഒരാൾ പെട്ടെന്ന് കയറി വന്നിട്ട് പെട്ടെന്ന് ഇട്ടുകൊണ്ട് അങ്ങനത്തെ ഒരു ഇതിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു വൈബ് കൊള്ളാം. ദിലീപേട്ടൻ ഇങ്ങനത്തെ മൂവിയാണ് ഏറ്റവും ബെസ്റ്റ്. ദിലീപേട്ടൻ ഒരിടത്തും പോയിട്ടില്ലേ, എത്ര പ്രാവശ്യം പറയാ. എന്തായാലും കൊള്ളാം. എന്താ പറയാ, പറക്കും തളിക പോലത്തെ അത്യാവശ്യം നല്ല കോമഡി ഉണ്ടായിരുന്നു. നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. ഫാമിലി ഓഡിയൻസിന് മസ്റ്റ് വാച്ച് ആണ്. ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കൊള്ളാം. പഴയ നോണമല്ല, സത്യമായിട്ടുള്ള കാര്യമാണ്. ബാക്കി കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയ മൂവി പോലെയല്ല, ഒരുപാട് മാറ്റമുണ്ട്. ഇതേപോലത്തെ മൂവി ദിലീപേട്ടന് ഹിറ്റാവും. ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടും. മോനെ എങ്ങനെയുണ്ട് പടം? ദിലീപ് മാമൻ എങ്ങനെയുണ്ട്? കൊള്ളാവോ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? നല്ല ഫിലിമാണ് ബ്രോ. എങ്ങനെയുണ്ട് ഫിലിം? എങ്ങനെയുണ്ട്? പൊളിയാണ്. എങ്ങനെയുണ്ട് ഫിലിം? എങ്ങനെയുണ്ടായിരുന്നു? പക്കാ കോമഡി എന്റർടൈനർ, നല്ല ഒരു ലവ് സ്റ്റോറിയും കൂടി ചേർന്ന ഒരു നല്ലൊരു ചിത്രം. നമ്മളെ ദിലീപേട്ടനിൽ നിന്ന് എന്താണ് ആഗ്രഹിച്ചിത്രമാണ് അത് ഈ ചിത്രത്തിലൂടെ ലഭിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി? ബ്രോ എങ്ങനെയുണ്ട്? ദിലീപ് മാമൻ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ ദിലീപ് മാമന? പറ, ഇഷ്ടപ്പെട്ടാ? നല്ല പടമായിരുന്നു. നല്ല പടം, സൂപ്പർ നല്ല പടം. ദിലീപിന്റെ നല്ല സിമ്പിൾ ആയിട്ടുള്ള പടമാണ്. ഫാമിലി ആയിട്ട് വന്ന് ധൈര്യമായിട്ട് കാണാം. കോമഡി ഉണ്ട്, നല്ല സോങ്, ആക്ഷനും ഉണ്ട്, എല്ലാം. നല്ലൊരു ഫീൽ ഗുഡ്. നൈസ് ആയിരുന്നു. മൊത്തത്തിൽ നല്ല കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഫാമിലി എന്റർടൈനർ ആയിട്ട് തോന്നുന്നു. യൂത്തിനൊക്കെ ഇഷ്ടപ്പെടും. ഫാമിലി എന്റർടൈനർ. എങ്ങനെയുണ്ടായിരുന്നു ബ്രോ? എങ്ങനെയുണ്ട് ഫിലിം? എങ്ങനെയുണ്ട് ഫിലിം? അടിപൊളി. എങ്ങനെയുണ്ട്? സൂപ്പർ കൂടെ ആണോ? കൊള്ളായിരുന്നു. നമ്മള് ഗ്യാങ്ങിനൊക്കെ ഇഷ്ടപ്പെടുമോ? എങ്ങനെയുണ്ടായിരുന്നു? ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടമാണ്. പഴയ ദിലീപിന്റെ ഒരു ഫിലിം പോലെ ഉണ്ടോ? ഉണ്ട്. ഓക്കെ. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ഈ രാവിലെ തന്നെ സിനിമയ്ക്ക് വന്ന ദിലീപ് ചിത്രത്തിന് വേണ്ടിയാണ്. ആ, മോൾക്ക് എങ്ങനെ ദിലീപ് മാമൻ എങ്ങനെയുണ്ട്? കൊള്ളാവോ? അടിപൊളി. അടിപൊളി. ദിലീപിന്റെ ഫാനാണോ? ദിലീപിന്റെ ഫാനാണ്. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി? നല്ല പടം. നല്ല പടം. ഓ കാണാം. എങ്ങനെയുണ്ടായിരുന്നു ഫിലിം ഒത്തിരി നാളുകൂടി മനസ്സറിഞ്ഞ് ചിരിച്ചു. നല്ല സോങ്സും എല്ലാം കൊണ്ടും നല്ല സൂപ്പർ ഫിലിമാണ്. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി? അടിപൊളി. അടിപൊളി. എങ്ങനെയുണ്ട്? നല്ല മൂവി. എങ്ങനെയുണ്ട്? അടിപൊളി. നല്ല പടമാണ്. ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ നല്ലൊരു പടമാണ്. നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട് ചേച്ചി? കുഴപ്പമില്ല. കുഴപ്പമില്ല. മോനെ എങ്ങനെയുണ്ട്? ദിലീപ് മാമൻ എങ്ങനെയുണ്ട്? നല്ലതാണ്. അടിപൊളിയാണോ? ദിലീപ് മാമനെ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. വെറൈറ്റി കോമഡി. ഈ ദിലീപ് ചിത്രത്തിന് വേണ്ടിയാണോ കാത്തിരുന്നത്? അതെ, തീർച്ചയായിട്ടും. എങ്ങനെയുണ്ട്? ഓക്കെ, അടിപൊളിയാണ്. നല്ല മൂവി. ചിത്രത്തിലൂടെ നമുക്ക് തിരിച്ചിട്ടിരിക്കുന്നു. കുടുംബ പ്രേക്ഷകരെ ഇരുകൈ നീട്ടി സ്വീകരിക്കും. ഈ 2024 ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം പ്രേക്ഷകരെ മാറ്റി നിർത്തില്ല. എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാ ചേരുവയും ചേർന്ന നല്ലൊരു കോമഡി എൻ്റർടൈനറാണ് ഈ ദിലീപ് ചിത്രം. തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തും. ആ ഒരു കാര്യത്തിൽ ഡൗട്ടില്ല. തീർച്ചയായിട്ടും ദിലീപേട്ടൻ്റെ തിരിച്ചറിവ്, അതായത് നമ്മളെ പ്രേക്ഷകർ ദിലീപേട്ടനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഓരോ ഘടകങ്ങളുണ്ട്. ആ ഒരു എല്ലാം ചേർന്ന ഒരു നല്ല ചേരുവകൾ. ദിലീപേട്ടൻ്റെ ആക്ഷൻ ആണെങ്കിൽ അതിൻ്റെ രീതിയിൽ, അല്ലെങ്കിൽ കോമഡി, മെയിനായിട്ട് നമ്മൾ ദിലീപേട്ടനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കോമഡിയാണ്. ഫുൾ കോമഡി. അതേപോലെ നല്ലൊരു പ്രേമ കഥയും കൂടെ ഇതിൽ പറയുന്നുണ്ട്. നല്ലൊരു കഥ, ഫുൾ എൻ്റർടൈനർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കുടുംബമൊത്ത് കാണാൻ പറ്റിയ നല്ലൊരു ചിത്രമാണ് പവി കെയർടേക്കർ. പടം അതായത് എനിക്കൊരു ആവറേജ് പോലെയാണ് ഫീൽ ചെയ്തത്. പക്ഷേ അത് എൻ്റെ മാത്രം, ഞാൻ കുറച്ച് കോമഡി അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ അത്ര കോമഡി ഇതിൽ വർക്കാവുള്ളതെന്ന് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് ഹാഫിൽ അത്ര കോമഡി എനിക്ക് വർക്കായുള്ള. പക്ഷേ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിരിക്കാൻ ഒരു ഫ്ലോ നമുക്ക് കിട്ടി. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ദിലീപിൻ്റെ കുറേ നാളത്തെ ഗ്യാപ്പ് ഇട്ടുള്ളൊരു പടം, അതൊന്നും ഇതിൽ അങ്ങനെ പ്രത്യേകിച്ച് പ്രതിഫലിച്ച് കാണാനില്ല. പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജോണി ആൻ്റണി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്.
അഭിനയിച്ച എല്ലാവരും. ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ദിലീപ് ചിത്രമാണ്. ഫാമിലിക്ക് ഇഷ്ടപ്പെടും. ഫാമിലിക്ക് അത് ഇതൊരു പ്രണയകഥ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഫാമിലിനേക്കാളും കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യുന്നത് മറ്റേ യൂത്ത് കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഫാമിലിക്കും അതായത് ഒരു ഡീസൻ്റ് ഒരു അധികം എന്തിട്ടാ ഈ അടിപിടി ഇതൊക്കെ സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു മര്യാദയ്ക്ക് കണ്ടിരിക്കാവുന്ന ഒരു പടമാണ്. ഈ എന്റർടൈനർ എന്ന അർത്ഥത്തിൽ ദിലീപ് അടിപൊളിയാണ്. ഇല്ല, പുള്ളിയുടെ ഒരു സേഫ് സോണുണ്ട് കോമഡി. പക്ഷെ ആ കോമഡി, ആ സേഫ് സോൺ എന്ന് പറഞ്ഞാൽ ആ കോമഡിയിലേക്ക് അത്ര അങ്ങോട്ട് ഇതായിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ഇത് വേറെ രീതിയിലുള്ള പുള്ളിയുടെ ആക്ടിങ്ങും കാര്യങ്ങളും മസ്റ്റ് വാച്ച് എനിക്ക് അങ്ങനെ തോന്നി. അത് തിയേറ്റർ വാച്ചുകളായിട്ട് എനിക്ക് തോന്നി. നല്ല മൂവിയായിരുന്നു. വെക്കേഷൻ ടൈമാണ്, പിള്ളേർക്കൊക്കെ നല്ല എന്റർടൈൻമെന്റ് ആയിരിക്കും. നല്ല മൂവിയാണ്. ഇഷ്ടപ്പെടും. ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ മൂവിയാണ്. ഇതാ ഉറങ്ങാതെ ഇരുന്ന് ഫസ്റ്റ് ഹാഫ് മൊത്തം കണ്ടു, ഉറക്കം വന്നിട്ടും. ഗുഡ് മൂവി. എന്റർടൈനർ ആണോ? മസ്റ്റ് വാച്ച് ആണോ?